ഹലോ! ദീപാവലിയൊക്കെ കഴിഞ്ഞെങ്കിലും ദീപാവലിയുടെ സ്വീറ്റ്സ് ബോക്സ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ ചേട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ബോക്സ്. ഇതും കൂടെ കൂട്ടി നമുക്ക് 3 ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ബോക്സിനകത്ത് ദേ ഇതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാം നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ കിട്ടിയ വട ഞാൻ അതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തങ്ങ് കഴിച്ചു കേട്ടോ. കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നേ. അപ്പോൾ അതും കൂടെ കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ കുറേ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ചെയ്തു. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലുമൊക്കെ കറികൾ വേണമല്ലോ. ഇന്ന് ചേനയും വൻപയറും കൂടെ ഇട്ടിട്ട് ഒരു എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് പയർ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പയർ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 2-3 വിസിൽ കേൾക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. ഈ സമയത്ത് ഒരു കായും ഒരു മലക്കറി കായും പിന്നെ ചേനയുടെ കുറച്ച് കഷ്ണം കൂടെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചേന അതിൽ നിന്ന് മുറിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര പാടായിരുന്നു അത് മുറിച്ചെടുക്കാനായിട്ട്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു കഷ്ണം ചേന എടുത്തിട്ട് ഇതുപോലെ ദേ മുറിച്ചെടുത്തു. അപ്പോഴേക്കും നമ്മുടെ പയറും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് തന്നെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ കുക്കർ അടച്ചു വെച്ച് 1-2 വിസിലൂടെ കേൾപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഈ സമയത്ത് നമുക്ക് ഒരു അരപ്പും കൂടി തയ്യാറാക്കി എടുക്കാം എരിശ്ശേരിക്ക് വേണ്ടിയിട്ട്. തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കാന്താരി മുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ദേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ദേ പയറും കഷ്ണങ്ങളും ഒന്നുകൂടെ വെന്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടെ കുറച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് ഇത് നന്നായിട്ട് ഇളകി യോജിപ്പിച്ച് കൊടുത്തു. ദെൻ നമ്മുടെ എരിശ്ശേരി ഒരുവിധം തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കടുകും കൂടെ വറുത്തിട്ട് കൊടുക്കണം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെയാണ് ഞാൻ ഇട്ടത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ കുറച്ച് വറുത്ത് ചേർത്ത് കൊടുത്താൽ കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ടേസ്റ്റായി കിട്ടും കേട്ടോ. ഞാൻ സത്യത്തിൽ മറന്നുപോയി അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ സൂപ്പറായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ നമുക്ക് കുറച്ച് ചോറങ്ങ് കഴിച്ച് കളയാമല്ലേ, കറി റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചോറും എന്നത്തെ പോലെ കുറച്ച് ബീട്രൂട്ട് തോരനും മാങ്ങ അച്ചാറും പിന്നെ നമ്മുടെ എരിശ്ശേരി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മീനില്ലാത്തത് കൊണ്ട് ഇന്ന് ഒരു മുട്ട ഓംലെറ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ, ബായ്.